പൂജയുടെയും പ്രാർത്ഥനയുടെയും മുഴുവൻ പുണ്യവും ഫലവും ഭക്തർക്കായി നൽകിക്കൊണ്ടുള്ള സമർപ്പണ മനോഭാവമാണ് എറണാകുളം കുമ്പളം ശാസ്ത ആഞ്ജനേയ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിൽ മാസത്തിൽ നടക്കുന്ന പൗർണമി പൂജയുടെ മുഴുവൻ ദക്ഷിണയും സേവാപ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു എന്നതാണ് പ്രത്യേകത. ക്ഷേത്രങ്ങൾ നാടിൻ്റെയും നാട്ടുകാരുടെയും ആത്മീയ ഉണർവിനും ക്ഷേമത്തിനും ആകണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എറണാകുളം കുമ്പളം ശ്രീശാസ്ത ആഞ്ജനേയ ക്ഷേത്രം. ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കുന്ന പൗർണമി പൂജയിലൂടെ ലഭിക്കുന്ന മുഴുവൻ പണവും രോഗികളുടെ ചികിത്സയ്ക്കും അശരണർക്കുമായി അന്നുതന്നെ വിതരണം ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. തിരഞ്ഞെടുക്കപ്പെട്ട 5 രോഗികൾക്ക് 10,000 രൂപ വീതവും 20 വിധവകൾക്ക് 1000 രൂപ വീതവും ക്ഷേത്രത്തിന്റെ സഞ്ജീവനി പൂജാ മഠം ട്രസ്റ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എമ്പ്രാതിരിയുടെ നേതൃത്വത്തിലാണ് സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പത്മമിട്ട് ഒരു പൂജയായിരുന്നു പണ്ട് ഇവിടെ അയ്യപ്പസ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും നടന്നിരുന്നത്. ഒരു ദേവപ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ക്ഷേത്രം വേണമെന്നും അങ്ങനെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ശബരിമല തന്ത്രി ഉൾപ്പെടെ ശബരിമലയിലെ മുൻ മേശാന്തിമാർ, മാളികപ്പുറത്തെ മുൻ മേശാന്തിമാരുമായ 22ഓളം ആചാര്യന്മാർ ഒന്നിച്ച് നിന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടന്നത്. ഇതൊരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിച്ചു. കഴിഞ്ഞൊരു 2 വർഷത്തിലധികമായി എല്ലാ മാസവും ഈ മഠത്തിൽ പൗർണമി പൂജ നടത്തി വരുന്നുണ്ട്. ഈ പൗർണമി പൂജയിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ അതിൻ്റെ ഭാഗവാക്കാവുന്നുണ്ട്. ഏകദേശം 300 മുതൽ 400 വരെ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നേരിട്ട്. ഇതിൽ പങ്കെടുക്കുന്ന ആചാര്യന്മാർക്ക് പോലും ചെറിയൊരു അവരുടെ വണ്ടിക്കാശ് എന്നുള്ള രീതിയിലാണ്. ആദ്യമൊക്കെ ദക്ഷിണ കൊടുക്കാറേ ഇല്ലായിരുന്നു. ഇപ്പോൾ ചെറിയ അവർക്ക് എന്ന് വെച്ചാൽ ദൂരെ നിന്ന് വരുന്നവർക്ക്, നാട്ടിലുകാർക്കില്ല, ദൂരെ നിന്ന് വരുന്നവർക്കെല്ലാം ചെറിയ വണ്ടിക്കുള്ള ചിലവെങ്കിലും എന്നുള്ള രീതിയിൽ ചെറിയൊരു ദക്ഷിണ സമർപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ അതിൽ അപേക്ഷ തന്നിട്ടുള്ള ഒരു 4-5 രോഗികളെയാണ് എല്ലാ മാസവും 10,000 രൂപ വീതം സഹായിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ നമ്മൾ വിധവകളായ മക്കളിലൂടെ വരുമാനമില്ലാത്ത അമ്മമാരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു. അതിൽ 20ഓളം അമ്മമാർക്ക് നമ്മളിപ്പോൾ പ്രതിമാസം 1000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ തുകയിൽ നിന്ന് തന്നെ. അപ്പോൾ ഏകദേശം ഒരു 60 മുതൽ 70,000 രൂപ വരെ എല്ലാ മാസവും നമുക്കിതിൽ ഈ പൂജയിൽ നിന്ന് കിട്ടുന്ന തുകയിൽ നിന്ന് ചിലവുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം ക്ഷേത്രമായി നിർമ്മിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ നാട്ടിലെ നിരവധി സേവാ പ്രവർത്തനങ്ങളിൽ സഞ്ജീവനി പൂജാ മഠം ട്രസ്റ്റ് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പൂജയിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണയിൽ നിന്ന് ഒരു വിഹിതം അച്ഛൻ ഈ പാവങ്ങളെ സഹായിക്കാൻ മാറ്റിവെക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അത് ഒരു ഘട്ടം വന്നപ്പോൾ ഞാനും പിന്തുടർന്നു. പക്ഷെ പിന്നീട് എന്നെ മാറി ചിന്തിച്ചത് നമുക്കത് ചെറിയൊരു തുകയല്ലേ മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആ മാറ്റിവെക്കുന്ന തുക ഏതെങ്കിലും ഒരു പൂജയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ട് ആ പൂജയിൽ കൂടുതൽ ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പിരിഞ്ഞ് കിട്ടുന്ന തുക കൂടുതൽ രോഗികളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നൊന്ന് പരിശ്രമിച്ച് നോക്കിയതാണ്. അത് വൻ വിജയമായതിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യം ഓരോരോ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം യജ്ഞങ്ങളും പൂജകളൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. അതിനുശേഷം പിന്നെ ഇതൊരു സ്ഥിരം സംവിധാനമാക്കി. ഒരു 5ഓളം പാവപ്പെട്ട കുട്ടികളെ വിവാഹം നടത്തി കൊടുത്തു. 13ഓളം കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചു. പക്ഷെ ഇതൊന്നും നമ്മൾ സംഭാവന പിരിച്ച് നടക്കാറില്ല. ജാതി മതഭേദമന്യേ അശരണർക്ക് കൈത്താങ്ങാകുന്നതിന് നിതാന്ത ശ്രമത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. ക്ഷേത്രത്തിന്റെ നിത്യനിദാന ചെലവുകൾക്ക് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തുന്ന മുഴുവൻ തുകയും സേവാ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. ഭാവിയിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം തന്നെ അങ്ങനെ ആക്കി മാറ്റുക. ക്ഷേത്രം നമ്മൾ നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഒരു 1000 പേരെ ഇതിലേക്ക് ഒരു ഭാഗവാക്കാക്കാൻ പോവുകയാണ്. നിത്യനിദാനങ്ങൾ ഈ 1000 പേരുടെ ചിലവ് അവർ നോക്കിക്കൊള്ളാം. അതായത് ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമാക്കുക, സബ് കമ്മിറ്റി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പാക്കുക. അങ്ങനെ വന്നാൽ ഇവിടെ വരുന്ന കാണിക്കയും ഇവിടെ വരുന്ന വഴിപാടും എല്ലാം നമുക്ക് ഈ ചാരിറ്റി പ്രവർത്തനത്തിന് മാറ്റാൻ പറ്റും. നമ്മളിവിടെ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല. അർഹതപ്പെട്ട ആർക്കാണോ, അത് ഏത് മതത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മളത് എത്തിക്കും. ഈ മാസം കൊടുക്കുന്ന ഈ 10,000 രൂപയുടെ തുക കൂടാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വലിയ തുക 3 ലക്ഷമോ 5 ലക്ഷമോ ചിലവുള്ള വലിയ ചികിത്സാ സഹായത്തിൻ്റെ ആവശ്യം വന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രത്യേകം എന്തെങ്കിലും മഹാമൃത്യുഞ്ജയ ഹോമമോ അല്ലെങ്കിൽ മഹാസുദർശന ഹോമമോ അല്ലെങ്കിൽ സത്യനാരായണ പൂജയോ അങ്ങനെ വലിയ പൂജകൾ വെച്ചിട്ട് അതിൽ നിന്ന് അന്ന് വരുന്ന കളക്ഷൻ മുഴുവൻ ആ രോഗികൾക്ക് കൊടുക്കും.
നമ്മുടെ ഭാവിയിലെ ഒരു ആഗ്രഹം ഒരു ഫ്രീ ഡയാലിസിസ് സെൻറ്റർ ഇതിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കണം എന്നാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ധനസമ്പാദന മാർഗങ്ങളാക്കി മാറ്റുന്ന ഭരണാധികാരികളുടെയും സ്വാർത്ഥ ചിന്താഗതിക്കാരുടെയും ഇടയിൽ തീർത്തും വ്യത്യസ്തമായ സേവാപാതയാണ് കുമ്പളം സഞ്ജീവനി പൂജാമഠം ശാസ്ത ആഞ്ജനേയ ക്ഷേത്രം പിന്തുടരുന്നത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.